അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 119 സങ്കീർത്തനം 11 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. ഈ വാക്യം ഇംഗ്ലീഷ് NASB വേർഷനിൽ യുവർ വേർഡ് ഐ ഹാവ് ട്രഷേർഡ് ഇൻ മൈ ഹാർട്ട് ദാറ്റ് ഐ മേ നോട്ട് സിൻ അഗൻസ്റ്റ് യു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ നിധി പോലെ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് സങ്കീർത്തനക്കാരൻ പ്രസ്താവിക്കുന്നത്. ഏതൊരു മനുഷ്യൻ്റെയും ഹൃദയത്തിലാണ് ചിന്തകൾ ആദ്യം രൂപപ്പെടുന്നത്. ആ ചിന്തകൾക്ക് ചിറക് മുളച്ച് വായിൽ കൂടി പുറത്തേക്ക് വരികയും ആ ചിന്ത നാം പ്രവൃത്തി പദത്തിൽ എത്തിക്കുകയും ചെയ്യുന്നു. നല്ല ചിന്തകളാണ് ഹൃദയത്തിൽ വരുന്നതെങ്കിൽ നല്ല വാക്കുകളായി അത് വായിൽ കൂടി പുറത്തു വരികയും നല്ല പ്രവൃത്തികളിലേക്ക് നാം നയിക്കപ്പെടുകയും മറ്റനേകർക്ക് ആശ്വാസവും വിടുതലുമായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ദുഷിച്ച ചിന്തയാണ് ഹൃദയത്തിൽ വരുന്നതെങ്കിൽ നമ്മെ അശുദ്ധരാക്കുന്ന വാക്കുകൾ പുറത്തു വരികയും ആ ചിന്ത നമ്മെ പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13 അധ്യായം 2 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: അത്താഴം ആയപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കര്യോത്താവിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ തോന്നിപ്പിച്ചിരുന്നു. പിശാച് അപ്രകാരം തോന്നിപ്പിച്ചപ്പോൾ ആ തോന്നൽ പോലെ പ്രവർത്തിച്ചാൽ വരുമായിരുന്ന അപകടം യേശു യൂദ കേൾക്കെ പറഞ്ഞിരുന്നു. അതിപ്രകാരമാണ് തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 24 വാക്യമാണ് നാം കേട്ടത്. യേശു ഈ വാക്കുകൾ യൂദ കേൾക്കയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ എല്ലാവരും ഞാനോ റബ്ബി എന്ന് പറഞ്ഞു. ആ സമയത്ത് യൂദ ഇസ്കര്യോത്തായും ഞാനോ റബ്ബി എന്ന് ചോദിച്ചു. അതിന് യേശു ഉത്തരം പറഞ്ഞത് നീ തന്നെ എന്നാണ്. യേശു പറഞ്ഞ വചനങ്ങൾ ഓർക്കുകയും ദൈവത്തെ യൂദ ഭയപ്പെടുകയും ചെയ്ത് യേശുവിനെ ഒറ്റിക്കൊടുക്കാതിരുന്നെങ്കിൽ അവന് നല്ലതായിരുന്നു. എന്നാൽ അവൻ യേശു പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തില്ല. കാരണം അവൻ്റെ ഹൃദയം നിറയെ യേശുവിനെ ഒറ്റിക്കൊടുത്താൽ ലഭിക്കുമായിരുന്ന 30 വെള്ളിക്കാശായിരുന്നു. യേശുവിൻ്റെ വചനത്തെക്കാളും എന്തിനേറെ യേശുവിനേക്കാളും അധികം യൂദ 30 വെള്ളിക്കാശിന് പ്രാധാന്യം കൊടുത്തു. അവൻ ആ പണം കൈപ്പറ്റുകയും യേശുവിനെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തെങ്കിലും ആ പണം ഉപയോഗിക്കുവാൻ അവന് സാധിച്ചില്ല. അവൻ തൂങ്ങിച്ചാകുവാൻ ശ്രമിച്ചെങ്കിലും അതിനുപോലും അവന് കഴിയാതെ കയർ പൊട്ടി നിലത്ത് വീണ് അവൻ്റെ വയർ പൊട്ടി കുടലെല്ലാം പുറത്തു വന്ന് കഷ്ടത്തിലായി. അവൻ ആ കിടപ്പ് എത്ര ദിവസം കിടന്നു കാണുമെന്ന് നമുക്കറിയില്ല. ഈ ഭൂമിയിൽ തന്നെ അവൻ മഹാകഷ്ടത്തിലായി. മരണശേഷം അവൻ സാത്താൻ്റെ അടിമയുമായി. സംഭവിച്ചതെന്തെന്ന് വെച്ചാൽ, സാത്താൻ അവൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചതിനെ അവൻ പ്രവൃത്തി പദത്തിൽ എത്തിച്ചു. എന്നാൽ യേശുവിൻ്റെ വചനങ്ങൾ അവൻ ഹൃദയത്തിൽ ശേഖരിച്ചു വെച്ചെങ്കിൽ ആ വചനം അവന് യേശുവിനെതിരെ ദോഷം പ്രവർത്തിക്കാതെ വണ്ണം രക്ഷിക്കുമായിരുന്നു. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 4 അധ്യായം 23 വാക്യത്തിൽ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നതെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാവീദിനും ഇപ്രകാരം ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റ് ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിപ്പിച്ചു. 1 ദിനവൃത്താന്തം 21 അധ്യായം 1 വാക്യമാണ് നാം കേട്ടത്. ദാവീദ് അപ്രകാരം എണ്ണുകയും ചെയ്തു. ദൈവം അവനെ ശിക്ഷിച്ചു. 3 ദിവസം വലിയ മഴ പെയ്യിച്ച് ദൈവം ദാവീദിൻ്റെ തെറ്റിന് ദേശത്തെ ശിക്ഷിച്ചു. ന്യായപ്രമാണത്തിൽ ഇസ്രയേൽ ജനത്തെ എണ്ണേണ്ടുന്ന മാർഗം വിവരിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 30 അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇസ്രയേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താൻ്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തുക പ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. ശേക്കൽ എന്നാൽ 20 ഗേര. ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. ദാവീദ് ഈ വ്യവസ്ഥ
പാലിച്ചായിരുന്നില്ല ജനത്തെ എണ്ണിയതെന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള ദൈവത്തിൻ്റെ പ്രമാണം ദാവീദിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രമാണം ലംഘിക്കുവാൻ അവൻ ധൈര്യം കാണിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ദാവീദ് പറയുകയാണ് 119-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ കൂടി, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ നിക്ഷേപത്തെ പോലെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നുവെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, കോടിക്കണക്കിന് സ്വർണ്ണ നാണയമോ അനവധി സമ്പത്തോ നമുക്കുണ്ടായാലും ദൈവവചനം നമുക്ക് തരുന്ന സംരക്ഷണം മറ്റൊന്നിൽ നിന്നും നമുക്ക് ലഭിക്കുകയില്ല. ജോൺ ബെനിയൻ എന്ന സുവിശേഷകൻ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവവചനം നമ്മെ പാപത്തിൽ നിന്ന് അകറ്റും, അതുപോലെ തന്നെ പാപം നമ്മെ ദൈവവചനത്തിൽ നിന്ന് അകറ്റും. മനുഷ്യനെ അശുദ്ധമാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. വായിൽ നിന്നും പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടത്. മനുഷ്യനെ അശുദ്ധരാക്കി നിത്യനരകത്തിൽ വീഴിക്കുന്ന കാര്യങ്ങളാണ് നാം കേട്ടത്. നമ്മുടെ ഹൃദയത്തിൽ നാം നിക്ഷേപത്തെ പോലെ ദൈവത്തിൻ്റെ പ്രമാണം സൂക്ഷിച്ചു വെച്ചാൽ നമ്മെ നിത്യനരകത്തിൽ വീഴ്ത്തുവാൻ തക്കവണ്ണം അശുദ്ധമാക്കുന്ന ഒരു അശുദ്ധ വികാരവും നമ്മുടെ ഹൃദയത്തിൽ വളരുകയില്ല. കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ വരുന്ന അശുദ്ധ വികാരത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും നമ്മുടെ ഹൃദയം ശുഭവചനത്താൽ നിറയ്ക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ ഹൃദയം വിശുദ്ധമായി സൂക്ഷിക്കപ്പെടും. നൂറ്റാണ്ടുകളായി അനേകം പാപികളെ മാനസാന്തരത്തിലേക്ക് തിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. ജീവനുള്ള സത്യദൈവവുമായി സത്യബന്ധം പുലർത്തുവാൻ നമ്മെ സഹായിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. നാം ബൈബിൾ പഠിക്കുന്നത് ബൈബിൾ പണ്ഡിതനാകുവാൻ വേണ്ടി ആകരുത്, കാരണം അത് നമ്മെ അഹങ്കാരികളാക്കി തീർക്കും. എന്നാൽ നാം ബൈബിൾ പഠിക്കുന്നത് അതിലെ സാൻമാർഗിക ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുന്നതിന് വേണ്ടിയും ദൈവത്തെ കണ്ടെത്തേണ്ടതിന് വേണ്ടിയും ആയിരിക്കണം. എൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുമെന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആത്മീക ജീവൻ തരുന്നതിനും വിശുദ്ധി തരുന്നതിനും ദൈവവചനത്തിന് ശക്തിയുണ്ട്. എന്നോട് കേട്ട വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പ്രസ്താവിച്ചത് ദൈവവചനത്തിൻ്റെ ശുദ്ധീകരണ ശക്തിയെ സൂചിപ്പിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്കത് വായിക്കുവാൻ കഴിയും. വിശ്വാസികളെ ആത്മീകമായി പുതുക്കുവാനും പാപത്തിൽ മരിച്ച വ്യക്തികളെ വീണ്ടും ദൈവസാന്നിധ്യത്തിലേക്ക് മടക്കി വരുത്തുവാനും ദൈവവചനത്തിന് ശക്തിയുണ്ട്. നമ്മുടെ കഷ്ടതയിലും പ്രതികൂലങ്ങളിലും ദൈവവചനം നമുക്ക് ദൈവത്തിൻ്റെ കരുതലും ആശ്വാസവും ഉറപ്പു തരുന്നു. ദൈവവചനം നമുക്ക് നല്ല വഴികാട്ടിയാണ്. വചനം നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്നു. നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി തരുന്നത് ദൈവവചനമാണ്. ദൈവവചനം നമുക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയും ധൈര്യവും തരുന്നു. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നാം ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങളിൽ ഒന്നാമത്തേത്, നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ കണ്ടെത്തും വിധം ബൈബിൾ വായിക്കുകയും ബൈബിളിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുക്കുകയും ചെയ്യുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, നിർബന്ധമായും നാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എന്നതാണ്. ദൈവവചനം അനുസരിക്കാതെ ദൈവവചനം നാം പഠിച്ചാൽ അത് നമ്മെ ആത്മീയ നിഗളികളും ഗർവിഷ്ഠന്മാരും മനോവഞ്ചകന്മാരും മറ്റുള്ളവരെ വഴിതെറ്റിക്കുന്നവരുമാക്കി തീർക്കുന്നു. മറ്റുള്ളവരെ തെറ്റായ ഉപദേശം കൊടുത്തുകൊണ്ട് ചതിക്കുവാൻ സാത്താന് നമ്മുടെ അനുസരണക്കേട് മുഖാന്തരമായി തീരും. ദൈവകൽപ്പനകൾ അനുസരിക്കാതെ ബൈബിൾ പഠിപ്പിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിൻ്റെ ന്യായപ്രമാണങ്ങളും കൽപ്പനകളും ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് കൃത്യമായി ആചരിക്കേണ്ടതിന് വേണ്ടിയാണ്, അഥവാ അനുസരിക്കേണ്ടതിന് വേണ്ടിയാണെന്ന് 119-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ പാപങ്ങളെയും തെറ്റുകളെയും തിരുത്തി നേരായ വഴിയിൽ കൂടി നാം നടക്കേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ബൈബിളിൽ തെറ്റാത്ത വഴികളും പ്രമാണങ്ങളും നമുക്ക് തന്നത്. മൂന്നാമതായി ചെയ്യേണ്ടത് ദൈവവചനത്തെ സ്നേഹിക്കുക എന്നതാണ്. വചനത്തെ സ്നേഹിച്ചാൽ അത് നമ്മെ വചനം അനുസരിക്കുന്നതിലേക്ക് നയിക്കും.
ദൈവത്തിൻ്റെ ന്യായപ്രമാണം തികവുള്ളതാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കി തീർക്കുന്നു. ദൈവവചനത്തോടുള്ള നമ്മുടെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് നാം പരിശോധിക്കണം. എങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഏറ്റുപറച്ചിൽ ആവശ്യമായിരിക്കുന്നു. നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. യേശു ആദ്യ സ്നേഹത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുക തന്നെ ചെയ്യും. നാം അനുസരിക്കുന്ന കൽപ്പനകളാണ് യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ രേഖപ്പെടുത്തുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. ഓർക്കുക, ഇത് നമ്മുടെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ്. ആകയാൽ നമുക്ക് ദൈവകൽപ്പനകൾ കണ്ടെത്തും വിധം ബൈബിൾ വായിക്കുകയും ദൈവകൽപ്പനകൾ കൃത്യമായി അനുസരിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവനവാസികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുന്നെങ്കിൽ അങ്ങ് അവർക്ക് വചനം നൽകി കൊടുത്തുകൊണ്ട് പാപത്തിൽ നിന്നും മോചനം കൊടുക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങ് ആശ്വാസം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിക്കാൻ ഇടവരാതെ അവർ സഹായിക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്നും മോചനം കൊടുക്കണമേ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.